ബാംഗ്ലൂരിൽ യക്ഷിയെ കണ്ട കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അനുഭവകഥയാണ്, സത്യസന്ധമായിട്ടുള്ള കഥ തന്നെയാണ്, വെറുതെ ഉണ്ടാക്കി പറയണതല്ല. ആദ്യമായിട്ട് ഞാൻ ബാംഗ്ലൂർ എത്തിയ സമയമാണ്. ഏകദേശം എനിക്കൊരു 21 വയസ്സ് പ്രായമുണ്ടാവും. ആ സമയത്താണ് ആദ്യമായിട്ട് ബാംഗ്ലൂർ എത്തുന്നത്. ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു മൈസൂർ സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ, സ്റ്റീൽ കമ്പനിയാണ്, അതിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് കൂടുതൽ ഓർഡർ ഉള്ളതുകൊണ്ട് ഓവർ ടൈം എടുക്കേണ്ടി വന്നു. 5 മണിക്ക് വരേണ്ട 5:30 വരേണ്ട എനിക്ക് 12 മണി വരെ അവിടെ നിൽക്കേണ്ടി വന്നു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി 12 മണിക്ക് ഭക്ഷണമൊക്കെ അവിടെ വന്നു. അതെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മംഗലാപുരത്തുകാരനായിട്ടുള്ള അതിൻ്റെ ഓണർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ രാത്രി 12 മണിക്ക് വീട്ടിലേക്ക് പോകണ്ട, നിങ്ങൾ താമസിക്കുന്ന സീതാറാംപാളയം എന്ന് പറയുന്ന വില്ലേജിലാണ്. ആ ഏരിയ അത്ര നല്ലതല്ല. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് കുറേയധികം യുദ്ധമൊക്കെ നടന്ന സ്ഥലമാണ് അത് ബാംഗ്ലൂരിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കിടന്നാൽ മതി പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് 21 വയസ്സാണ്. അതേ സമയത്ത് തന്നെ എനിക്ക് ഈ അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്. എനിക്ക് ഒന്നിനും പേടിയില്ല, അങ്ങനത്തെ ഒരു സമയമാണ്. അതായത് എന്തെങ്കിലും ഭൂതങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ പ്രേതങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ യുദ്ധ പടയാളികളുടെ എന്തെങ്കിലും ഉണ്ടോ, അതൊന്നും എനിക്കൊരു ഭയമില്ല. അതിനൊക്കെ ഞാൻ നിരാകരിച്ച് നടക്കുന്ന സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോവും, എനിക്കറിയാം സ്ഥലം. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു. വൈറ്റ് ഫീൽഡ് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ ഫാക്ടറി ഉള്ളത്. എൻ്റെ വീടുള്ളത് സീതാറാംപാളയം എന്ന പറഞ്ഞ സ്ഥലത്ത്. ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഫാക്ടറിയും വീടും തമ്മിൽ. നടന്നു പോകണം എന്ന് പറഞ്ഞാൽ അവിടെ ഫാക്ടറി ഏരിയകളിലെല്ലാം, അന്നത്തെ കാലത്ത് ഫാക്ടറി ഏരിയകളെല്ലാം വിശാലമായ പറമ്പുകളാണ്. ഈ പറമ്പുകളിൽ കാരമുള്ളുകളുണ്ടാവും, മുൾച്ചെടികളുണ്ടാവും, കുറ്റിച്ചെടികളുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നടന്നു പോകുന്നത്. റോഡ് വഴി പോയാലൊന്നും വില്ലേജിലെത്തില്ല. റോഡ് അങ്ങനെ വില്ലേജിലേക്ക് പ്രത്യേക റോഡില്ല. ഇൻഡസ്ട്രിയുടെ മുമ്പിൽ കൂടെയൊക്കെ റോഡുകൾ പോയിട്ടുണ്ട്. അതാണ് അന്നത്തെ ബാംഗ്ലൂരിൻ്റെ അവസ്ഥ. അപ്പോൾ അതിലെ നടന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് രാത്രിയാണ്, 12 മണിയാണ്. വാസ്തവത്തിൽ അവിടെ എത്തിയിട്ട് അധികം കാലമായിട്ടില്ലെങ്കിലും രാത്രി നടന്ന് പഴക്കമില്ലാത്തതുകൊണ്ടും എൻ്റെ വില്ലേജ് സീതാറാംപാളയം എവിടെയാണെന്നുള്ള എനിക്ക് വലിയ രൂപമൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേയധികം ലൈറ്റുകൾ കത്തുന്നൊരു ഭാഗം കണ്ടു. ഞാൻ വിചാരിച്ചു അത് തന്നെയായിരിക്കും എൻ്റെ വില്ലേജ്, ഞാൻ താമസിക്കുന്നത്. ആ ലൈറ്റുകളെ നോക്കി നടന്നു പറമ്പിൽ കൂടെ. പറമ്പാണ്, ചെറിയ ചെറിയ വഴികളാണ്. കുറേ ദൂരം നടന്നിട്ടും വഴിയെത്തണ കാണാനില്ല. എങ്ങനെയൊക്കെയോ മനസ്സിൽ വിചാരിച്ച് ഏതൊക്കെയോ വഴി കൂടെ നടന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പുളിയുടെ ചോട്ടിൽ, ഒരു പുളിമരമുണ്ട്, അതിൻ്റെ ചോട്ടിലെത്തിയപ്പോൾ, ചോട്ടിലെത്താറായപ്പോൾ ഒരു വെളുത്ത വസ്ത്രം ധരിച്ചൊരു സ്ത്രീ അതിൻ്റെ അടിയിലിങ്ങനെ നിൽക്കുന്നു. ഏകദേശം ഒരു 5 അടിയോളം ഉയരം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് കണ്ടപ്പോൾ. വെള്ളവസ്ത്രമാണ്. ഞാൻ ആകെ പേടിച്ചു വാസ്തവത്തിൽ. ബാംഗ്ലൂർ യക്ഷികളോ ഇത്രയും വലിയ ഇൻഡസ്ട്രീസും കമ്പനികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അത് വില്ലേജ് പോലെയുള്ള സ്ഥലമാണ് കേട്ടോ. അത് മരങ്ങളും എന്തൊക്കെയുള്ള വേണ്ടുള്ള സ്ഥലമാണ്. ഞാൻ അവിടെ എത്തി കുറച്ചും കൂടി അടുത്തെത്തിയപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, വസ്താവ, തെലുങ്കിലാണ് ചോദിക്കുന്നത്, വസ്താവാന്ന്. വസ്താവ ചോദിച്ചാൽ വരുന്നുണ്ടോ എന്നാണ് അർത്ഥം. ഞാൻ അവിടെ നിന്നൊരു ഓട്ടോ ഓടിയിട്ടുണ്ട്. ഓട്ടോ ഓടി എൻ്റെ വീട്ടിലെത്തി. പെട്ടെന്ന് ലോഡ് വന്ന്, ഒറ്റമുറിയിലാണ് താമസിക്കുന്നത്. ഡോർ തുറന്നു, അതിൻ്റെ ഉള്ളിൽ പോയി കിടന്നേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ വാതിൽ തുറന്നോ കിടന്നോ ഇരുന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കിടന്നു, പേടിച്ച് കിടന്നു. പിറ്റേ ദിവസം 8 മണിക്ക് എഴുന്നേറ്റു. 8 മണിക്ക് എഴുന്നേറ്റിട്ട് എൻ്റെ അടുത്ത് താമസിക്കുന്നത് ഒറീസക്കാരനായുള്ള ജിന്ന എന്ന് പറയുന്നൊരു വ്യക്തി. അയാൾക്ക് ഏകദേശം ഒരു 50 വയസ്സോളം ആയിട്ടുണ്ടാവും. ഞാൻ അയാളുടെ ഈ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, ഇന്നലെ വരുന്ന സമയത്ത് പുള്ളിയുടെ ചോട്ടിൽ യക്ഷിയെ കൊണ്ടുവന്നു. അയാൾ സുഖമായിട്ടൊന്നായിട്ട് ചിരിച്ചു, സുഖമായിട്ട്. നാളെ നിനക്ക് 8 മണിക്ക് യക്ഷിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 5:30 മണിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിയും വൈകുന്നേരം. അപ്പോൾ 8 മണിക്ക് അവിടെ പോയാൽ യക്ഷിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 8:30 ഞങ്ങൾ 8:30 പോയി. അവിടെ യക്ഷിയെ കണ്ടില്ല. അപ്പോൾ പറഞ്ഞു 12 മണി 1 മണിയായിട്ട് ഉറക്കൊഴിക്കാൻ പറ്റുമോ ചോദിച്ചു. ഓ ശരി പറഞ്ഞു. അങ്ങനെ രാത്രി 12-1 മണിക്ക് വീണ്ടും പോയപ്പോൾ യക്ഷി അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ജിന്ന, എൻ്റെ അടുത്തുള്ള വീട്ടിലുള്ള ആ ജിന്ന പോയി സംസാരിച്ചപ്പോൾ അതാരാണ്, അടുത്ത കുറച്ച് ദൂരത്തുള്ള വീട്ടിലെ ധോബിയായിരുന്നു. ഞങ്ങളുടെ എല്ലാം വസ്ത്രങ്ങൾ കൊണ്ടുപോയി അലക്കുന്നൊരു സ്ത്രീയായിരുന്നു അത്. അതിൻ്റെ പണിയാണ് രാത്രി സമയത്ത് അവിടെ വന്ന് നിൽക്കുക എന്നുള്ളത്. അതാണ് ഞാൻ ബാംഗ്ലൂരിൽ കണ്ട ആദ്യത്തെ യക്ഷി. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.